നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എന്താണ് കറന്റ് ഒരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഹൈലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ്. പക്ഷേ നിഫ്റ്റിയിലും ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ നിഫ്റ്റിനായാലും ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പൊസിഷൻസ് മാനേജ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,097 22,100 തൊട്ട് താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 48,158 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലെവലില് ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ലെവലില് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഡാറ്റ ട്രേഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു റെസിസ്റ്റൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി ആയാലും ആ ഒരു ബൈ ഒരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കാം. നമ്മൾ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒക്കെ ഒരു പവർ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എപ്പോഴും നിസ്സാരമല്ല, റയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ നൽകാറുള്ളൂ. ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക. എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ വന്നിരുന്നത്. റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈര ഓപ്പർച്യൂണിറ്റി ആണ്. ഓപ്പണിങ്ങിൽ തന്നെ നല്ലൊരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ടായിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം ഫെയിലിയർ ആണെങ്കിലും അത് എക്സാക്റ്റ് ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യും. ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. ഹയർ ലെവലില് റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കണം എപ്പോഴും ബൈരൊരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കാണുന്നത് 48,260 ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലോസിങ്ങിന്റെ തൊട്ട് മുകളിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. നമുക്കൊരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ക്യാൻഡിൽസ്റ്റിക്, അവിടെ ഒരു ബൈ ക്യാൻഡിൽസ്റ്റിക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ലേ, കാരണം ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു ട്രെൻഡ് വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ബാങ്ക് നിഫ്റ്റി ബൈയിലാണ്, സപ്പോർട്ടിൽ അത് കയറും. ഏതാണ് റൈറ്റ് സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയൊരു ടൈം ഫ്രെയിമിലോ 15 മിനിറ്റിന്റെയോ ലോ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും സപ്പോർട്ട് കാണുന്നത് ലോവർ ലെവൽ ഇവിടെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി ഒരു സപ്പോർട്ട് കാണുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ നിലനിർത്തിയിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. ഞാൻ ഇവിടെ യെല്ലോ മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കാം. ഇവിടെ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. അപ്പൊ വരും ദിവസങ്ങളിലായാലും മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചായിരിക്കണം ട്രേഡിങ്ങിന്റെ ഡിസിഷൻ എടുക്കേണ്ടത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഓപ്പണിംഗിന്റെ റേഞ്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 48,020 ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്. ഇതിന് ശേഷമായാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലുണ്ട്. 47,888 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവലിലെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടുകൾ എത്തുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഈ ഒരു സപ്പോർട്ടിൽ നിന്നല്ല ബാങ്ക് നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ഒരു സാധ്യത. ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും, പ്രോഫിറ്റ് ബുക്കിംഗ് വരണമെങ്കിൽ ഉള്ള ഒരു ക്രൈറ്റീരിയ എപ്പോഴും ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന്റെ ഒരു താഴേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിയാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയിലായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത വരുന്നത്. ഇൻ കേസ് ഈ ഒരു റേഞ്ചിലാണ്, പറയാത്ത ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്, ഈ ഒരു റേഞ്ചിലാണെങ്കിൽ
ചിലപ്പോൾ ബൗൺസ് ചെയ്യും, പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസിനനുസരിച്ച് വേണം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ. 48,260 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന് മുകളിൽ ബൈ എടുക്കുന്ന ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം ഇവിടെ ഒരു 70-80 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ പൊസിഷൻ മാനേജ് ചെയ്യുക. ഈ റെസിസ്റ്റൻസിന് മുകളിൽ കയറാൻ പറ്റാതെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഒരു കൺജസ്റ്റഡ് റേഞ്ച് ആണ് 48,020, 48,260 എന്ന് പറയുന്നത്. അതിനുശേഷം 47,000, ഇത് മൂന്നും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിലായാലും ആക്ട് ചെയ്യുന്നത്. ഇത് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് വരുന്നത്. നിഫ്റ്റിയിലും ഒരു റെസിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ലോവർ ലെവലാണ് റെസിസ്റ്റൻസ് അത് കിട്ടുന്നുള്ളൂ. അതായത് 22,050 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബൗൺസിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് 22,050 സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് 22,060 മുകളിലേക്കെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് 22,050 താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി, ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് പോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റി ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായാലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നിഫ്റ്റി ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നോക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡിങ്ങിന്റെ സ്ട്രാറ്റജി, ട്രേഡിങ്ങിന്റെ ഒരു പ്ലാൻ പറയുന്നത്. നിഫ്റ്റി ഇപ്പൊ നിലനിൽക്കുന്നത് ഓൾ ടൈം ഹൈയിലാണ്. ഓൾ ടൈം ഹൈയിൽ നിലനിൽക്കുമ്പോൾ നിഫ്റ്റി ഒരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ ഓൾ ടൈം ഹൈയിൽ നിലനിൽക്കുമ്പോൾ രണ്ട് ഫാക്ടറുകളാണ് നിഫ്റ്റിയിൽ അത് കണ്ടുവരാറ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ക്യാൻഡിലായിരിക്കും നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ലോ ബ്രേക്ക് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വേണം അത് ചെയ്യാനായിട്ട്, ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ഓൾ ടൈം ഹൈയിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആയിട്ടില്ല, റിവേഴ്സ് ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് പറയാം ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. പക്ഷെ ഓൾ ടൈം ഹൈയിൽ നിലനിൽക്കുമ്പോൾ നിഫ്റ്റിയിലായാലും ഇതുപോലത്തെ ഒരു ക്യാൻഡിസ്റ്റിക് പാറ്റേൺസ് സംഭവിക്കാറുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ പാറ്റേൺസ് വരാറുണ്ട്. അതായത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബൈരെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ചിലപ്പോൾ അത് ബൗൺസ് ചെയ്തേക്കും. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറയുന്നത്. കാരണം ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആകുമ്പോൾ നിഫ്റ്റി ആയാലും സപ്പോർട്ടിൽ നിന്നും ബൗൺസ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയിൽ അന്നത്തെ ഒരു രാവിലത്തെ ലോര താഴത്തേക്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യാനായിട്ട്, ഇൻ കേസ് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്തു, നിഫ്റ്റി അതിന് ശേഷം മുകളിലേക്ക് ഒരു പോസിറ്റീവ് ക്യാൻഡിസ്റ്റിക് വന്നു. തുടർച്ചയായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവസാനത്തെ ഒരു സെക്ഷനിലാവും ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരിക. പക്ഷെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് അന്നത്തെ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാൻഡിസ്റ്റിക് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിസ്റ്റിക് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓൾ ടൈം ഹൈ എന്നാണ് നിഫ്റ്റിയിലും ഇങ്ങനത്തെ ഒരു മൊമെന്റം മാർക്കറ്റിൽ വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ കേസ് ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ വലിയ രീതിയിൽ പൊസിഷൻസ് ബൈ ചെയ്യാതിരിക്കുക. ഇൻ കേസ് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായാലും കുഴപ്പമില്ല, പൊസിഷൻ ഇതേ രീതിയിൽ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലും ഇപ്പൊ നിലനിൽക്കുന്നത് നിഫ്റ്റിക്കായാലും ലോവർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ഉണ്ട്. ഇൻട്രാഡേ ലെവൽ സപ്പോർട്ട്, ആദ്യത്തെ ഒരു സപ്പോർട്ട് കാണുന്നത് 22,050 ആണ്. 22,050 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് നിഫ്റ്റിയിലും ആ ഒരു ഡയല് ഒരു വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട്സ് അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഷോർട്ട്സിന് ആ ഒരു
ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഓപ്പണിംഗ് റേഞ്ചിന്റെ ലോ 1205 ശേഷം ബ്രേക്ക് ചെയ്യുമ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. സപ്പോർട്ടിന്റെ ഒരു തൊട്ടടുത്താണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്താലും ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കും. ബൗൺസ് ചെയ്യാൻ പറ്റാതെ താഴോട്ട് വരുമ്പോഴാണ് നിഫ്റ്റിയിലും ഷോർട്ട്സിൽ ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും 22,060 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതേ രീതിയിൽ ഫോളോ ചെയ്യുക. ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കാൻ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഒരു കാരണവശാലും പൊസിഷൻസ് ഹോൾഡ് ചെയ്യരുത്. കാരണം ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാം. വരും ദിവസങ്ങളിൽ ഇതേ രണ്ട് പാറ്റേൺ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ ഫോം ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ലെവലിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കാണുന്നില്ല. അതുകൊണ്ടാണ് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്യാത്തത്. പിന്നെ ലോവർ ലെവലിലായാലും നിഫ്റ്റിയിലായാലും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 22,010 22,010 ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടി. ഇതിന് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ കുറച്ചധികം വീക്ക്നെസ് ആകും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. ലോവർ ലെവലിൽ വേറെ ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കാരണം നിഫ്റ്റിയിലും ആ ഒരു ട്രെൻഡ് ക്ലിയർ ആയിട്ടില്ല. നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ആയിട്ടില്ല. അപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.